നമസ്കാരം. നമ്മൾ മലയാളികൾ നമ്മുടെ സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ വീട്ടിൽ വിളിച്ച് ഡിന്നർ കൊടുക്കാറുണ്ട്. മിക്കവാറും അത് അത്താഴത്തിനായിരിക്കും വിളിക്കുന്നത്. അവർ കുടുംബസമേതം നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളോടൊപ്പം കുറച്ച് നേരം ചിലവഴിച്ച് അത് പറയാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്ന ഒരു രീതിയുണ്ട്. ഇത് പണ്ട് തൊട്ടേ മലയാളിക്കുള്ളൊരു സ്വഭാവമാണ്. പക്ഷേ ചിലർക്ക് ഇത് വേറെ രീതിയിലുമുണ്ട്. നമ്മളിപ്പോൾ അയാളുടെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആ ആളിനെതിരെ പിന്നെ എന്തെങ്കിലും പറയുവാൻ നമുക്ക് പറ്റുമോ? അതൊരു പ്രശ്നമാണ്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചതാണല്ലോ എന്ന് വിചാരിക്കാം. അത് തന്നെ നമ്മുടെ ഈ ഭരണകർത്താക്കളും ചെയ്യുന്നുണ്ട് കുറേ നാളുകളായിട്ടും വർഷങ്ങളായിട്ട്. പ്രതിപക്ഷ നേതാവായാലും കൊള്ളാം, ഇപ്പോൾ പ്രധാനമന്ത്രിയായാലും അങ്ങനെ അവർക്കൊക്കെ തന്നെ ഇഫ്താർ വിരുന്ന് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഇഫ്താർ വിരുന്ന് അല്ലാതെ ഒക്കെയുള്ള വിരുന്നുകളും സംഘടിപ്പിക്കുന്നത് ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആണ് മക്കൾ എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ അച്ഛന്മാർ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സടകുടഞ്ഞെഴുന്നേറ്റ് വെളിയിൽ വരുന്ന അവസ്ഥ. പെൺകുട്ടികളാകുമ്പോൾ അവർ കൂടുതൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരെ ചേർത്ത് പിടിക്കാനും അച്ഛനും അമ്മയൊക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു കഥയാണ് ഇന്ന് പൊളിഞ്ഞു പോയിരിക്കുന്നത്. അത് സ്വന്തം പൈസ കൊടുത്തുള്ള അത്താഴ വിരുന്നല്ലായിരുന്നു. ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ഇന്നൊരു അത്താഴ വിരുന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിൽ നടക്കണമായിരുന്നു. നീന്തൽക്കുളങ്ങളും സ്വന്തമായി കാലിത്തൊഴുത്തും അതും എ സിക്കകത്ത് എ സി റൂമിൽ പാട്ടൊക്കെ കേട്ട് നിൽക്കുന്ന പശുവിൻ്റെ പാല് കൊണ്ടുള്ള തൈരോ മോരോ ഒക്കെ അല്ലെ പാലോ ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു അത്താഴ വിരുന്നിനുള്ള അവസരം ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പങ്കെടുക്കുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും നമ്മുടെ 60-65 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ അരപ്പണി പട്ടിണിയായി കിടക്കുന്ന ആശാവർക്കർമാരായിരിക്കും. 233 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ, ഒരു ദിവസം 1 രൂപ കൂട്ടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആശാവർക്കർമാർ, വീടും വസ്തുക്കളും ഉള്ള കടപ്പാടം മുഴുവൻ കേരള ബാങ്ക് ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ട് അത് കണ്ടുകൊണ്ട് പൊതുജനത്തിന് മുമ്പിൽ നെഞ്ചത്തടിച്ച് കഴിയുന്ന ആശാവർക്കർമാർക്കായിരിക്കും അത്താഴ വിരുന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത് മറ്റാർക്കും അല്ലായിരുന്നു. 3 ഗവർണർമാർക്ക്. അതായത് അത് മാത്രമല്ല, ഈ ഗവർണർ പദവി എന്ന് പറയുന്ന സാധനം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, ഇവരെല്ലാം ഭരണയ്ക്കുന്ന കക്ഷിക്ക് എതിരാണ്, കൊടുക്കുന്ന ബില്ല് ഒപ്പിടുന്നില്ല. ആകെ പ്രശ്നം. ഗവർണർമാരോട് പറയുകയാണ്, നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി പറയുകയാണ്, നിങ്ങൾ സമയത്ത് അവർ ഒപ്പിട്ട് തരുന്നില്ല, അതുകൊണ്ട് പല പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് സമയത്ത് ഒപ്പിട്ട് തരാൻ ഗവർണർമാരോട് ശുപാർശ ചെയ്ത അല്ലെ ചെയ്യുവാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന CPM എന്ന പാർട്ടിയുടെ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി, ഇരട്ടച്ചങ്കുള്ള നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ഒരു അത്താഴ വിരുന്നിന് വിളിച്ചിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആശാവർക്കർമാരോ അല്ലെ കേരളത്തിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കളോ പ്രതിപക്ഷ പാർട്ടിയുടെ ആൾക്കാരോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളോ ഒന്നും അല്ലായിരുന്നു. ആകെ 3 പേരെ വിളിച്ചിട്ടുള്ളൂ. അപ്പം നല്ല ഫുഡായിരിക്കും അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിൽ ഒന്നാമത്തെ ആളിനെ പോയി വിളിച്ചത് കേരള രാജ്ഭവനിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ചേർന്ന് വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഗവർണറെയാണ് വിളിച്ചത്. നമ്മളിങ്ങനൊരു അത്താഴവിന് തരാൻ ഉദ്ദേശിക്കുന്നു, ഇദ്ദേഹം ഒന്ന് വരണം, പങ്കെടുക്കണം, ഇദ്ദേഹത്തോടുള്ള സ്നേഹം എനിക്ക് അർപ്പിക്കാനുള്ള അവസരമാണ്, വരണമെന്ന് ഭാര്യയോടൊപ്പം ചെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം. കൂടാതെ ഒരു കാര്യം ചെയ്യും, മുഖ്യമന്ത്രിക്ക് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രാവിലത്തെ നടത്തം ഈ രാജ്ഭവൻ്റെ ചുറ്റുപാട് നടക്കാം, അവിടെ ആകുമ്പോൾ നല്ല കാറ്റൊക്കെ കിട്ടും, നമുക്ക് നടക്കാം, സംസാരിച്ച് നടക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് തോന്നി, എന്നാൽ പിന്നെ 2 പേരെ കൂടെ വിളിച്ചേക്കാം. 2 മലയാളികളായ ഗവർണർമാരും കൂടിയുണ്ട്. അവർക്ക് 2 പേർക്കും കേന്ദ്രത്തിൽ അല്പം പിടിയുള്ള 2 മന്ത്രിമാരാണ്. ഒരാൾ ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ഒരാളാണ്, കോട്ടയം സ്വദേശിയാണ്. K കരുണാകരൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. നല്ല മനുഷ്യൻ, ഒത്തിരി പ്ലാനിങ്സ് ഒക്കെ ഒത്തിരി നല്ല പ്രോജക്റ്റുകൾ കേരളത്തിന് സംഭാവന ചെയ്ത ഒരാളാണ്. മമതാ ബാനർജിയുടെ ശത്രുവായി നിൽക്കുന്ന ഒരാൾ, വെസ്റ്റ് ബംഗാളിലെ ഗവർണറായിരിക്കും CB ആനന്ദ് ബോസ്. അടുത്ത ആൾ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായിരുന്നു, വാഗ്മിയായിരുന്നു. സൗമ്യനായ ഒരു മനുഷ്യനാണ്, എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന, എല്ലാ പാർട്ടിയിലും പെട്ട ആൾക്കാരുടെ കേസുകൾ വാദിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിമിനൽ ലോയറായിരുന്നു അദ്ദേഹം. ഗോവയുടെ ഗവർണറാണ് ശ്രീ ശ്രീധരൻപിള്ള സാർ. അപ്പോൾ നമ്മുടെ RV ആർലേക്കറെയും ശ്രീധരൻപിള്ള സാറിനെയും CB ആനന്ദ് ബോസ് സാറിനെയും സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു ഫുഡ് കൊടുക്കുക. ഇവരൊക്കെ ആഹാരം കഴിക്കാനിരിക്കുവാണല്ലോ, അവർക്കൊക്കെ പല അസുഖങ്ങളൊക്കെ ആണ്, അതുകൊണ്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല, നല്ലൊരു ആഹാരം കൊടുക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ പരോക്ഷമായി സൂചിപ്പിക്കാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിചാരിച്ചു. അവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 3 പേരോടും പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റായ സന്ദേശം നൽകും, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെ ആദ്യം പറഞ്ഞു, ഇപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശ്രീധരൻപിള്ള സാർ പറഞ്ഞു, ആനന്ദ് ബോസ് സാറും പറഞ്ഞു.
അങ്ങനെ ഇന്ന് ക്ലിഫ് ഹൗസിൽ ഒരുക്കിയ ഒരു വലിയ അത്താഴി വിരുന്ന് മോശമായി ആ ഫുഡ് നശിക്കുന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുന്നതാണ് സത്യം. ആരിഫ് മുഹമ്മദ് ഖാൻ ആണെങ്കിൽ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളായിരുന്നു. ഒരു വേദിയിൽ നിന്ന് പരസ്പരം മിണ്ടാതിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളിലൂടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ കടന്നു വന്ന്, പല രാഷ്ട്രീയ പാർട്ടികളിലൂടെ കടന്നു വന്ന് പല അധികാര സ്ഥാനങ്ങളിലിരിക്കുകയും മൂക്കിൻ്റെ മുമ്പത്ത് ശുണ്ഠിയുള്ള മനുഷ്യനും ഒരു ദിവസം രാവിലെ മുഖ്യമന്ത്രി എന്നൊന്ന് തൊഴുത് കാര്യമൊക്കെ പറയുമ്പം മാറുന്ന ഒരു ദയാലുവായ ഒരു ചെറിയ ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മുടെ മുഖ്യമന്ത്രി വിചാരിച്ചു വെച്ചത്, നമ്മൾ കേരള ഹൗസിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അങ്ങോട്ട് ചെന്നിട്ട് കേരള ഹൗസിലേക്ക് വന്ന് പുട്ടും, കെ വി തോമസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പുട്ടും കടലയും അപ്പവും ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ചിട്ട് പോയതുപോലെ നിർമ്മലാ സീതാരാമൻ പോയപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ള പിന്നീട് വന്ന് മനസ്സിലായി. ED ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാത്രമല്ല, ക്ലിഫ് ഹൗസിനും അതിനടുത്തുള്ള മന്ത്രിമന്ദിരത്തിൻ്റെ ഇടയ്ക്കും ഒക്കെ പട്ടമിട്ട് പറക്കുന്നു. ED കേസ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. CBI എൻക്വയറി വരുന്നു. അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ മകളായ വീണ വിജയന് ചെയ്യാത്ത ജോലിക്ക് അവരെന്നെ സമ്മതിച്ചു. ഞാൻ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല എന്ന് അവരെന്നെ SFIയോട് സമ്മതിച്ചു. ഇന്നലെ അവർ നിഷേധിച്ചെങ്കിൽ അവരങ്ങനെ സമ്മതിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കൊണ്ട് പറ്റാത്തത് ആർലേക്കറിലൂടെ, ശ്രീധരൻപിള്ള സാറിലൂടെ, CV ആനന്ദ് ബോസ് സാറിലൂടെയൊക്കെ നേടാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യാമോഹമായിരുന്നു നടന്നത്. കഴിഞ്ഞ 9 വർഷത്തിൽ 38 39 പ്രാവശ്യമാണ് ലാവലിൻ കേസ് മാറ്റിവെച്ചത്. നിങ്ങളൊരു പെറ്റി കേസിൽ ഹാജരാവാതിരുന്നാൽ നിങ്ങൾക്കെതിരെ വാറണ്ട് വരുന്ന ഈ രാജ്യത്താണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായിരുന്നാലും നമ്മുടെ പണമെടുത്ത് നടത്താനിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പണത്തിൽ ഇനിയും അദ്ദേഹം ബാക്കി ആൾക്കാരെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വിളിച്ചവരൊക്കെ വരാമായിരിക്കാം. എന്തായാലും ഗവർണർമാർക്കായിട്ട് ഒരുക്കിയ സ്പെഷ്യൽ അത്താഴ വിരുന്ന് പാളിപ്പോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ശരിക്കും ജനത്തിൻ്റെ പണമെടുത്ത് സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്തൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ജനം കൊടുക്കുന്ന നികുതി പണമെടുത്ത് ഇങ്ങനെ അർമാദിക്കാമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആരായിക്കോട്ടെ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, BJPയുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, CPMൻ്റെ മുഖ്യമന്ത്രി, CPIയുടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ആരായിരുന്നാലും ഇത്തരം പ്രവർത്തനം ഒരിക്കലും നടത്താൻ പാടില്ല. അധികാരമെന്ന് പറയുന്നത് തലയ്ക്ക് പിടിക്കാൻ പാടില്ല. അധികാരമെന്ന് പറയുന്നത് ഒരു യാചകനെ പോലെ ജനത്തിന് മുമ്പിൽ അവർക്ക് നമ്മൾ സമർപ്പിച്ച് ജോലി ചെയ്യേണ്ടതാണ്. കാരണം ഓരോ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും കൊടുക്കുന്നതും ആഹാരം കഴിക്കുന്നതും യാത്ര ചെയ്യുന്നതും എന്തിന് കണ്ണാടി പോലും പേന പോലും നമ്മുടെ പണമാണ്. അവരിട്ടിരിക്കുന്ന വസ്ത്രം ഉൾപ്പെടെയുള്ളതെല്ലാം നമ്മുടെ പണമാണ്. അങ്ങനെ നമ്മുടെ പണമെടുത്ത് ആവശ്യാനുസരണം ഇഷ്ടാനുസരണം ചെലവഴിക്കാനുള്ളതല്ല എന്ന് ഇവർക്ക് എന്തെങ്കിലും ഒരു തോന്നലുണ്ടാകുമെന്ന് മാത്രമേ ഇത്തരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ. അങ്ങനെ ഒരു നല്ല ദിവസം സുദിനമുണ്ടാകട്ടെ. ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന നല്ല കുറേ ജനപ്രതിനിധികൾ, അതായത് വേറെ വരുമാനത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി തൊഴിലുള്ള കുറേ പേർ ജനസേവനത്തിനായി മുമ്പോട്ട് വരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവരെ നമുക്ക് സ്വീകരിക്കാം. നന്ദി, നമസ്കാരം.